ഹായ് ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഈ മോർണിംഗ് റൊട്ടീനാണെങ്കിലും അതുപോലെ ഈവനിങ് റൊട്ടീനൊക്കെ ആയിട്ടാണെങ്കിലും കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ. നേരത്തെ ഞാനൊരിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ മോർണിംഗ് റൊട്ടീൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും കേട്ടോ. കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി. അതാണ്ട് ഞാൻ റെസിപ്പീസ് കാര്യങ്ങൾ, പക്ഷേ ഞാൻ വീഡിയോസ് കാര്യങ്ങൾ ഇതിൽ മുടക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു റെസിപ്പിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിച്ചുകുട്ടൻ സ്കൂളിലേക്കും പോയി ഇപ്പോൾ ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻകറിയുടെ വീഡിയോസ് ഓൾറെഡി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ചിലപ്പോൾ ഈ വീഡിയോയുടെ മുമ്പായിട്ട് വരും, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ശേഷമായിരിക്കും കേട്ടോ വന്നെ ഞാൻ പറയാം. എന്നാൽ വന്നേന്ന് വെച്ചാൽ വീഡിയോയിൽ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ മീൻകറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നിച്ചുകുട്ടൻ സ്കൂളിൽ കൊണ്ടുപോകാൻ ചമ്മന്തി അരച്ചു, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, ബീറ്റ്റൂട്ട് തോരൻ വെച്ചു. അങ്ങനെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മുട്ട വറുത്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകറി കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ചാറുകറി ഇനിയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്ത് കുറച്ച് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മീൻകറിയുടെ വീഡിയോസും വേറെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് മീൻകറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മുടെ മീൻകറി അങ്ങനെ ഇവിടെ നിന്ന് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അടിപൊളി മീൻകറിയാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിട്ടില്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. എന്താണ് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ മീൻകറിക്ക് ഇനി അങ്ങനെ അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അങ്ങനെ മീൻകറിക്ക് സെറ്റ് ആവണം. ഇപ്പോൾ ആ മീൻകറിക്കും വെച്ചതിൻ്റെ ഒരു കുറച്ചിങ്ങനെ അലങ്കോലപ്പെട്ടേക്കും കിടക്കുന്നുണ്ട് കേട്ടോ. അതാ അവിടേക്ക് സവാളയുടെ തൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കണം കാര്യങ്ങൾ, അങ്ങനെയാണ് കുറച്ച് പണികളൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അടിക്കൽ വാരൽ തുടക്കൽ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞേക്കണെയാണ്. അപ്പോൾ അതാ അങ്ങനെ മീൻകറി ഇനി അങ്ങനെ അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ബീറ്റ്റൂട്ട് ഉണ്ടെന്നോ, ഇതാ ബീറ്റ്റൂട്ട് തോരൻ വെച്ചത് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ചമ്മന്തി, രാവിലെ ചമ്മന്തി അരച്ചാവട്ടെ നിച്ചുകുട്ടനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇന്ന് ചുമന്ന ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് കണ്ടോ. അങ്ങനെ ചമ്മന്തിയും അങ്ങനെ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നിച്ചുകുട്ടന് ഇങ്ങനത്തെ ചമ്മന്തി വേണമെന്ന് പറഞ്ഞു, ചുമന്ന കളറുള്ള ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങനെയാക്കി കേട്ടോ. അപ്പോൾ അതും അങ്ങനെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നിച്ചുകുട്ടനെ നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പയറും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം. പാവയ്ക്കൊക്കെ ജസ്റ്റ് ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം. അങ്ങനെയൊക്കെ ഓരോരോ പണികളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നിച്ചുകുട്ടനെയും പോയി കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു വയ്ക്കും. അല്ലെങ്കിൽ വൈകുന്നേരം നിച്ചുകുട്ടനെ പഠിപ്പിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അരിഞ്ഞു വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതിവിടെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതുകൊണ്ട് അരിഞ്ഞു വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ കുറഞ്ഞ് കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ പറയാൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ പണികളൊക്കെ അങ്ങനെ സെറ്റാക്കണം. അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ സവാളയുടെ തൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഇവിടെ ഒന്ന് ഒതുക്കി പറക്കിക്കണം. അങ്ങനെയുള്ള ഓരോരോ പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം സമയമൊക്കെ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഊണ് കഴിക്കണം. കുറച്ച് തുണികൾ മടക്കാനുണ്ട്. അതിൻ്റെ അടുക്ക് പച്ചക്കറി സമയം കിട്ടുവാണെങ്കിൽ അന്നേരം അരിഞ്ഞു വയ്ക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം അരിഞ്ഞു വയ്ക്കാം കേട്ടോ. എന്നൊക്കെ വിചാരിച്ചിരിക്കണം. കുറച്ച് തുണികൾ ഇന്നലത്തെ തുണികളാണ്, മടക്കി വയ്ക്കാൻ സമയം കിട്ടിയില്ല. ഇനിയിപ്പോൾ ചോറിന് കേട്ടോ. ആദ്യം പോയി ചോറിനും, എന്നിട്ട് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഓരോന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉച്ചയൂണ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ മീൻകറി എടുത്തിട്ടുണ്ട്. മീൻകറി ഇപ്പോഴത്തേക്കല്ല കേട്ടോ, വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സെറ്റാവും. മീനിലേക്ക് നല്ലോണം കളറും ഉപ്പും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ വൈകുന്നേരം ആവണം കേട്ടോ. പിന്നെ ചമ്മന്തി എടുത്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് തോരൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ തുറമാങ്ങ ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. തുറമാങ്ങ ശരിക്കും പറഞ്ഞാൽ തൈര് കൂട്ടി കുഴച്ച് കഴിക്കേണ്ടതാണ് കേട്ടോ ടേസ്റ്റ്.
പിന്നെ ഞാൻ തൈര് എടുത്തില്ല എന്നുള്ളൂ, മീൻകറി ഉണ്ടല്ലോ, പിന്നെ തൈര് എടുക്കണം വലിയ ഇതൊന്നും തോന്നില്ല. ചിലപ്പോൾ ഞാൻ തൈരയും കൂട്ടി തൈരിലുണ്ടല്ലോ തുറമാങ്ങ തൈരിൽ നല്ലോണം ഒട്ടച്ച് കഴിക്കുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ചുമ്മാ ഇങ്ങനെ കടിച്ച് തിന്നാനും ഇഷ്ടമാണ്. അതുപോലെ തന്നെ തൈര് എടുത്തിട്ട് തൈരിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ കുതിർത്തി വെച്ചിട്ട് കൈ കൊണ്ട് ശരിക്കും അങ്ങോട്ട് ഞവടി കഴിഞ്ഞിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇനി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നേരത്തെ മേടിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തൊട്ട് അരിഞ്ഞ് വയ്ക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം സമയങ്ങളിലാണ് കേട്ടോ മേടിക്കണം. നിച്ചുകൊണ്ട് വിളിക്കാൻ പോണ സമയമുണ്ടല്ലോ, ആ സമയത്തായിരിക്കും മേടിക്കണേ കേട്ടോ. അപ്പോൾ അതാ ഇനി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒന്നിൽ തുണി മടക്കി വയ്ക്കും, അല്ലെങ്കിൽ പച്ചക്കറി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കും. ഏതിലൊന്നാണ് കേട്ടോ ചെയ്യുള്ളൂ. രണ്ടോടും കൂടി ചെയ്യാനുള്ള സമയമില്ല. കാരണം നിച്ചുകൊണ്ടിനെ നമുക്ക് 2:45 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിച്ചുകൊണ്ടിനെ വിളിക്കാൻ വേണം. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോണിൽ ഇങ്ങനെ ഓരോ സിനിമയും കാര്യങ്ങളും, പണ്ടത്തെ സിനിമകളുണ്ടല്ലോ, അതായത് ഇത്തിരി പഴയ സിനിമകളില്ലേ, അത് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ തിരഞ്ഞെടുക്കും കേട്ടോ. തിരഞ്ഞെടുത്തിട്ട് അதைയും കണ്ടുകൊണ്ടിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുള്ളൂ. അത് ഇക്ക പഠിപ്പിച്ച ശീലമുണ്ട്. ഇക്ക അങ്ങനെയാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കോമഡി പടങ്ങളൊക്കെ ഉണ്ടല്ലോ, കോമഡി പടങ്ങളൊക്കെ കാണും. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫുള്ളൊന്നും കാണത്തില്ല കേട്ടോ, കുറച്ചാണ് കാണത്തുള്ളൂ. കുറേശ്ശെ ഉണ്ട് ഞാൻ കാണുള്ളൂ. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഞാനത് ഓഫാക്കി വയ്ക്കും. പിന്നെ നീ പണിയൊന്നും അടുക്കളയിൽ എടുക്കുവാണെങ്കിൽ പിന്നെ അത് ഓണാക്കി വയ്ക്കും. എനിക്ക് കാണണമെന്നില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ടാണെങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യും, പണിയെടുത്തുകൊണ്ട് എടുക്കും കേട്ടോ. എനിക്കങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ട. ഒന്നല്ലെങ്കിൽ TV കാണും, അല്ലെങ്കിൽ ഫോൺ കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഞാൻ സിനിമ കണ്ടതിൻ്റെ ബാലൻസ് ഒന്നും ഇരിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ സിനിമ ഫുള്ള് മറ്റേത് ഏതൊരു പഴയ പടം ഞാൻ കണ്ടായിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല, അയരത്തെ അദ്ദേഹമാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ സിനിമ കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് നേരം എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സിനിമയൊക്കെ അവിടെ അങ്ങനെ ഓണാക്കി വെച്ച് ഇനി അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഫുഡേയും കഴിച്ച് ഇനി നമുക്ക് എന്തെങ്കിലും പണി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്നേരം കാണാം കേട്ടോ. ഈ മീനിൻ്റെ ദശയിൽ നല്ല മുള്ളുണ്ട് കേട്ടോ, വലിയ മുള്ളുണ്ട്. അത് നോക്കി കഴിച്ചില്ലേ പണി കിട്ടും കേട്ടോ. അത് ഈ പിരാന പോലത്തെ മീനും അതുപോലെ തന്നെ റൂഹ്, ഇത് റൂഹ് എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ കറി വെച്ചത്. അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കി കഴിച്ചില്ലേ അതിൻ്റെ അകത്ത് മുള്ളുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ മീൻകറിയൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി എല്ലാം കൂട്ടി ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. ഫുഡേയും കഴിച്ച് കഴിഞ്ഞതാ ഞാൻ വിചാരിച്ചെന്നാൽ പയറരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കത്രികയും കൊണ്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. വലിയ നീട്ടുള്ള വള്ളിപ്പയറാണ് ഇത്. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഒടിക്കും, അല്ലെങ്കിൽ മറ്റേ കത്രിക കൊണ്ട് നടുക്ക് വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കത്രിക കൊണ്ട് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഞാൻ ഇത് വലത് കൈ കൊണ്ടാണ് കേട്ടോ ചെയ്യണേ. ഫ്രണ്ട് ക്യാമറ വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടത് കൈ ആയിട്ട് തോന്നണേ കേട്ടോ. അപ്പോൾ ഇനി പയറ് കാര്യങ്ങളൊക്കെ അരിയട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നിച്ചുക്കുട്ടനെ വിളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണേ കേട്ടോ. ഇനി ഓടിപ്പോയി നിച്ചുക്കുട്ടനെ വിളിച്ചുകൊണ്ട് തന്നെ പിന്നെ പയറൊക്കെ എരിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് വീഡിയോസ് എടുക്കാനൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ TV കണ്ട് കുറച്ചൊരു സിനിമയും കാര്യങ്ങളെയും കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓടിപ്പോയി നിച്ചുക്കുട്ടനെ വിളിച്ചുകൊണ്ട് ഓടി വരാം കേട്ടോ. അപ്പോൾ നിച്ചുകുണ്ണയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അവനെ മേലേക്കും കഴിയിച്ചു, അവനക്ക് ചായക്കാൻ കൊടുത്തോട്ടെ. ചായക്കാൻ കൊടുത്ത് അവൻ കിടന്ന് TV ആണെന്ന് ഞാൻ കേട്ടോ. ഞാൻ ചായക്കടി മേടിച്ചു. അവൻ മീറ്ററോളാണ് കേട്ടോ മേടിച്ചത്. ഞാനൊരടയും മേടിച്ചു കേട്ടോ. അപ്പോൾ അവനങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇരുത്തി ഒന്ന് പഠിപ്പിക്കണം കേട്ടോ. മദ്രസയിലേക്കുള്ളത് കുറച്ച് ഇരുത്തി ഒന്ന് വായിപ്പിക്കണം. ഞാൻ ഈ അടയാണ് കേട്ടോ മേടിച്ചത്. നിറച്ച് ശർക്കരയായിരുന്നു, നല്ല ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. മധുരം എന്ന് പറഞ്ഞാൽ ഓവർ മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ നിറച്ച് തേങ്ങയും ശർക്കരയൊക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, കുറച്ച് ഞാൻ കഴിച്ച് ബാലൻസ് നിച്ചുകുട്ടിന് കൊടുക്കാണ്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അത് എടുത്തു കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ, കണ്ടോ, നിറച്ച് തേങ്ങയും ശർക്കരയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, ഈ എണ്ണപ്പലഹാരം വെറുതെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ഞാൻ അട മേടിച്ചത്. അപ്പോൾ അട വെച്ചാൽ മധുരമാണല്ലോ, എങ്ങനെ പോയാലും ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ നോക്കി ഒന്നും കഴിക്കില്ല, എടുക്കത്തില്ല കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ അടയ്ക്കും കഴിക്കണം. ഭയങ്കര മധുരമാകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിച്ചുകുട്ടിന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നിച്ചുകുട്ടിനെ മദ്രസയെ കൊണ്ടുവന്ന് വിട്ടു. മദ്രസയിൽ നിന്ന് വിളിച്ചതാ, ഇപ്പം ട്യൂഷനും കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. അതും കഴിഞ്ഞതാ വീട്ടിൽ വന്നിരിക്കണേ ഉള്ളൂ കേട്ടോ. ചാവടിയും കഴിഞ്ഞിട്ടാണ് പോയത്. ഇനി നിച്ചുകുട്ടിനെ നമുക്കൊരു 7:30 ആകുമ്പോൾ വിളിക്കാൻ പോയാൽ മതി. പിന്നെ പ്രത്യേകിച്ച് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് പിന്നെ വീട്ടിൽ പോയി വന്നപ്പോൾ താഴത്തെ തമാരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്, വേറെ പ്രത്യേകിച്ച് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാണ്ടിരുന്നത്. പിന്നെ എൻ്റെ അകത്ത് തന്നെ പ്രത്യേകിച്ച് രാത്രിയിലത്തെ ഇതോടെ ഞാൻ കാണിക്കാം കേട്ടോ. നൈറ്റ് വ്ളോഗോടെ നൈറ്റ് ഉള്ള സംഭവങ്ങളോടെയും കാണിക്കാം. അതോടെയും കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് ചൗപ്പാക്കാം കേട്ടോ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വല്ല വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനുള്ളൊരു റെസിപ്പീസ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പയറും കാര്യങ്ങളൊക്കെ ഞാൻ നാളത്തേക്കുള്ളത് അരിഞ്ഞു വെച്ചായിരുന്നല്ലോ. തുണികൾ മടക്കാണ്ട് ഞാൻ മടക്കി വെച്ചില്ലായിരുന്നു കേട്ടോ. ഇനി കുറച്ച് മതക്കാണ്ട് മടക്കി വെക്കണം. അങ്ങനെ ഓരോരോ പരിപാടികൾ കേട്ടോ. പിന്നെന്താ, കുറച്ച് നാളായില്ല ഇങ്ങനെ മോർണിംഗ് റൊട്ടീനാണെങ്കിലും അതുപോലെ തന്നെ ഈവനിങ് റൊട്ടീനാണെങ്കിലൊക്കെ ഇങ്ങനെ എടുത്തിട്ടേ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ മറന്നു പോവാണ്, അതാണ് കുഴപ്പം. നമ്മളിപ്പോൾ അങ്ങനെ മോർണിംഗ് റൊട്ടീനൊക്കെ ഡെയിലി എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ. നമ്മളെപ്പോഴും എടുത്ത് നമുക്ക് ശീലമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായാലും എടുത്തിട്ട് ഇപ്പം നമുക്ക് റെസിപ്പീസും കാര്യങ്ങളും മാത്രമല്ലേ ഇടണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറന്നു പോവുകയാണ്. ഇനിയിപ്പോൾ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഇനിയിപ്പം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയും. ഇനിയിപ്പോൾ നിച്ചുകുട്ടൻ വന്നതിന് മുമ്പ് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അന്നേരം കാണാം, അല്ലെങ്കിൽ നിച്ചുകുട്ടനൊക്കെ വന്നിട്ട് കാണാം കേട്ടോ. നിച്ചുകുട്ടനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് അവനക്ക് ചോറൊക്കെയും കൊടുത്ത് കുറച്ച് നേരം വായിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അവനക്ക് ചോറൊക്കെയും കൊടുത്തു വിട്ടു. അതിന് ശേഷം മരുന്നൊക്കെയും കൊടുക്കുന്നതാണ്. ചെറിയ ജലദോഷവും ചുമയും അങ്ങനെ ചെറിയ സുഖമില്ലായ്മയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് മരുന്നേയും കൊടുത്ത് ഇനി അവനെ കിടത്തി ഉറക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മീൻകറിയുടെ റെസിപ്പി ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.